അങ്ങനെ തീയും പുകയും നിറഞ്ഞ സേവ് ദ ഡേറ്റ് അപാരതയ്ക്ക് ശേഷം ദിസ് ഇസ് ദ വെഡ്ഡിങ് ഡേ ഓഫ് ഷെനീൽ ആൻഡ് ശ്രീലക്ഷ്മി. ഇത് ഷെനീലിൻ്റെ വീടിന് തൊട്ടടുത്തുള്ളൊരു കുഞ്ഞ് അമ്പലമായിരുന്നു. അവിടെ വെച്ചാണ് സിംഗിൾ എടുത്തത്. ഇതാണ് അച്ചു, ശരത്ത്, പിന്നെ ഡാനി, വിഷ്ണു, ഞാൻ, ഇച്ചായി. നമ്മൾ ഇത്രയും പേരായിരുന്നു ടീം. ഇച്ചായി ക്യാൻഡിഡ് ആയിരുന്നു അന്ന്. അവിടുത്തെ ഷൂട്ടിന് ശേഷം പിന്നെ ഞങ്ങൾ മണമ്പൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയാണ് ബാക്കി ഷൂട്ട് ചെയ്തത്. ഇതാണ് ക്ഷേത്രം. കുറേ പടിക്കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് NH പണി നടക്കുകയാണ്. അതായത് നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. പിന്നെ ഇത് ബാക്കിൽ കൂടെ ഉള്ള വഴിയാണ്. ഞങ്ങൾ ഇതിലേക്ക് കൂടെ ഇറങ്ങിയെങ്കിലും തിരിച്ച് ഇതിലേക്ക് കൂടെ പോകാൻ സാധിച്ചില്ല. കാരണം തിരുമേനി അവിടുത്തെ ഗേറ്റ് അടച്ച് പോയിരുന്നു. പിന്നെ ഞങ്ങൾ ഈ കുളത്തിൻ്റെ സൈഡിൽ കൂടെയാണ് തിരിച്ച് കയറി വന്നത്. ഇത് കുളത്തിലെ മീനാണ്. നിറയെ മീനുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഒരാൾ തന്നെ പൊരി ഇട്ട് കൊടുക്കുകയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാനുണ്ടപ്പോൾ പുള്ളി പൊരി ഇടക്കങ്ങ് നിർത്തി. പിന്നെ അവിടെ നിന്ന് പയ്യൻ്റെ വീട്ടിൽ പോയി ദക്ഷിണ ഇതൊക്കെ കൊടുത്തിട്ട് ശിവഗിരിയിലോട്ട് പോയി. ശിവഗിരിയിൽ വെച്ചായിരുന്നു കല്യാണം. ഭയങ്കര തിരക്കായിരുന്നു. അന്ന് ശിവഗിരിയിൽ 4 കല്യാണം ഉണ്ടായിരുന്നു. അതുപോലെ തിരക്കായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ശിവഗിരി പോകുന്നത്. കല്യാണം കൂടാനായാലും അല്ലെങ്കിൽ അതിൽ ആദ്യമായിട്ടാണ് ശിവഗിരി പോകുന്നത്. ഇവിടെ വെച്ചായിരുന്നു അവരുടെ സ്വീകരണമൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പെൺകുട്ടിയുടെ സിംഗിൾ എടുക്കാൻ വേണ്ടി കുറേ അന്വേഷിച്ച് നടന്നു. അവസാനം മനസ്സിലായി പെൺകുട്ടി ഇവിടെയല്ല ഉള്ളത്, വേറൊരു സ്ഥലത്താണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മക്കാന്ന് നടന്ന് എല്ലാവരും കൂടി പെൺകുട്ടിയുള്ള സ്ഥലത്തെത്തി. ഇതാണ് ആ സ്ഥലം. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് പെൺകുട്ടിയുടെ സിംഗിൾ എടുത്തു. ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് സാരിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു അവിടെ വെച്ച് ഷൂട്ട്. പിന്നെ അത് കഴിഞ്ഞ് ശിവഗിരിയിൽ തിരിച്ചു വന്ന് കല്യാണം ടൈമായി. അപ്പോൾ നോക്കിയപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ഒരു മാമൻ ഫേസ്ബുക്കിൽ കളിക്കുന്നു. അങ്ങനെ അവർ വിവാഹിതരായി, സുഹൃത്തുക്കളായി വിവാഹിതരായി. അവിടുത്തെ തള്ളലും തിരക്കിന് ശേഷം അടുത്ത സദ്യാലയത്തിൽ തള്ളം തിരക്കും. ഇത് കല്യാണം കൂടാൻ വന്നൊരു കൊച്ചു സുന്ദരിയാണ്. ഈ പോക്ക് കണ്ടാൽ തോന്നും ശബരിമലയ്ക്ക് പോകണമെന്ന്. പക്ഷേ അല്ല, കപ്പിളെടുത്ത് ക്ഷീണിച്ച് തളർന്നു പോവുകയാണ്. I will be back with the part 2 of marriage. Okay, bye guys.